കൊടിയും കേരളം വാർത്തകൾ തുടരുകയാണ്. പാലക്കാട് വാണിയംകുളത്ത് ചന്തയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച എരുമ വിരണ്ടോടി 10 കിലോമീറ്റർ ദൂരമാണ് എരുമ ഓടിയത്. പിന്നീട് ഷൊർണൂരിൽ നിന്നാണ് എരുമയെ പിടികൂടിയത്. ഒറ്റപ്പാലത്തെ വാണിയംകുളം എന്നത് ഈ കാലി ചന്ത ഒരുപാട് അത്രയും ചരിത്രമുള്ള ഒരു ഇടമാണ്. ആ മേഖലയിൽ നിന്നൊക്കെ മധ്യകേരളത്തിൽ നിന്നൊക്കെ തന്നെ കാലി വിൽപ്പനയ്ക്കായി എത്തുന്ന ഒരു സ്ഥലമാണ് വാണിയംകുളം. പഴയ അത്ര സജീവമാണോ ഇപ്പോഴെന്നറിയില്ല, എങ്കിലും ഏറെ കാലമായി പശുവിനെ വാങ്ങാനും പോത്തിനെ വാങ്ങാനും എരുമയെ വാങ്ങാനും ഒക്കെ ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് വാണിയംകുളം കാലിച്ചന്ത. അവിടെ നിന്നാണ് ഈ എരുമ വിരണ്ടോടിയത്. ഗൂഗിൾ 10 കിലോമീറ്റർ കൂടുക എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും ആക്രമിക്കുകയോ വല്ലോ ചെയ്തോ? ഭാഗ്യം കൊണ്ട് ആർക്കും ഒരു പ്രശ്നമുണ്ടായില്ല ദിവിഷ്. 10 കിലോമീറ്റർ ആണ് വാണിയംകുളം മുതൽ ഷൊർണൂർ വരെയാണ് ഈ എരുമ ഓടിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ചോളണം, ഇത് കാലി ചന്തയാണ് വാണിയംകുളത്തേക്ക്. വലിയൊരു ചന്തയാണ്. അവിടേക്ക് ഒരുപക്ഷെ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചന്തയാണ്. അവിടേക്കാണ് ഈ എരുമയെ കൊണ്ടുവന്നിരുന്നത്. ഇതിനിടയിൽ ലോറിയിൽ നിന്ന് ഇറക്കുമ്പോൾ ഇത് ഓടി ദൂരേക്ക് പോയി. ആ വാണിയംകുളം സ്വദേശികളായ പി ഷഫീഖ്, പനയൂർ സ്വദേശി കാശിനാഥൻ എന്നിവർ എരുമയുടെ പിന്നാലെ ഇവർ ഈ 10 കിലോമീറ്ററും ഓടി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഷൊർണൂരിൽ വെച്ചാണ് ഇവർ ഈ എരുമയെ പിടിച്ചു കെട്ടിയത്. അപ്പോഴേക്കും പിന്നീട് ഫയർഫോഴ്സും മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ എത്തി. പക്ഷെ അത്രയും ദൂരം 10 കിലോമീറ്ററോളം ഈ എരുമയെ ആർക്കും പിടിക്കാൻ കഴിയാതെ ഇങ്ങനെ ഓടി. ആ വാണിയംകുളത്തുണ്ടായിരുന്ന 2 ചെറുപ്പക്കാരാണ് ഈ എരുമയുടെ പിന്നാലെ പോവുകയും പിന്നീട് ഷൊർണൂരിൽ വെച്ച് ഈ എരുമയെ പിടികൂടുകയും ചെയ്തത്. അത്രമാത്രം ദുഷ്കരമായിരുന്നു. 10 കിലോമീറ്റർ ഇങ്ങനെ വിരണ്ട് ഓടുന്ന ഒരു സ്ഥിതി. കയറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എങ്കിലും ആർക്കും അങ്ങനെ കെട്ടാൻ കഴിയാത്ത ഒരു സ്ഥിതിയായിരുന്നു. ഈ സ്വാഭാവികമായി വിരണ്ട് ഓടുമ്പോൾ വല്ലാത്ത ശക്തി ഈ എരുമയ്ക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ല. പിന്നീട് ഷൊർണൂരിൽ വെച്ചാണ് അതിന് സാധ്യമായത്. എന്നാലും ഇങ്ങനെ ഓടുമ്പോൾ ഈ 2 വീലറിൽ സഞ്ചരിക്കുന്നവർക്കൊക്കെ അപകടമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. വാണിയംകുളത്ത് നിന്ന് ഷൊർണൂർ ഏകദേശം 10 കിലോമീറ്ററിലാണ് ഈ എരുമ ഓടിയത്. അവസാനം പിടികൂടി. ഗോകുൽ സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.